ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ മീഷോന്ന് കുറച്ച് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാങ്ങിച്ചത് മുഴുവൻ നല്ല അഫോർഡബിൾ പ്രൈസിലാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ വന്നിട്ട് ഇതാ ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. ഇത് 200 ml ആണ് ഇത് വരുന്നത്. ഇതൊരു സ്പ്രെയറാണ്. നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്തോ സാലഡിൽ ചേർക്കാനോ ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ടോപ്പിൽ വന്നിട്ട് പ്ലാസ്റ്റിക് ആണ്, അടിയിൽ ഗ്ലാസ് ആണ് കേട്ടോ വന്നിട്ട്. അപ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. 200 താഴെയാണ് ഇതിൻ്റെ എമൗണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. ഇതാ നോക്കിയേ, സ്പ്രേ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു സ്മൈലി ഇമോജി സ്റ്റാമ്പാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. 10 പീസാണ് വരുന്നത്. ഇതാ നോക്കിയേ എന്ത് ക്യൂട്ടായിട്ടിരിക്കുന്നതെന്ന് നോക്കിയേ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ എടുക്കുമ്പോൾ കുട്ടികൾക്ക് ജസ്റ്റ് അവർ ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് ഒരു സന്തോഷം, നമ്മളിങ്ങനെ പിക്ചർ വരച്ച് കൊടുക്കുന്നതിന് പകരം ഇതിങ്ങനെ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അമ്മമാർക്കും ഒക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷമാവുമല്ലോ, നന്നായിട്ട് മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ. അതേപോലെ നമ്മൾ ഡിക്റ്റേഷനൊക്കെ വീട്ടിൽ വെച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇമോജി സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വാങ്ങിച്ചാണ്. ഇത് വെറും 100 താഴെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് വന്നേക്കുന്നത്. ഇത് 10 പീസാണ് വരുന്നത്. 10ഉം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മൈലി ഇമോജീസ് ആണ്. അപ്പോൾ ഇതാ നോക്കിയേ, റെഡ് കളറാണ് കേട്ടോ വരുന്നത്. മെറ്റീരിയൽ വന്നിട്ട് പ്ലാസ്റ്റിക് ആണ്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് നല്ല ഭംഗിയായിട്ട് തോന്നി. അതുമാത്രമല്ല നല്ല കളർഫുള്ളാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് വീണ്ടും ഒരു ഓയിൽ ഡിസ്പെൻസർ ആണ് കേട്ടോ. ഇതിപ്പോൾ സ്പ്രെയർ ബോട്ടിലല്ല, സാധാ ഒരു ഓയിൽ ഡിസ്പെൻസർ ബോട്ടിലാണ്. ഇതിൻ്റെ ബ്രഷ് വന്നിട്ട് സിലിക്കോണാണ് കേട്ടോ. ഇതാ നോക്കിയേ, നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല യെല്ലോ കളറിൽ വന്നിരിക്കുന്നതാണേ. ഇപ്പോൾ ദോശ, അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഓയിൽ തൂത്ത് കൊടുക്കേണ്ട ആവശ്യം വരുമല്ലോ. അപ്പോൾ അതാ ഇങ്ങനെ ഒരു കുഞ്ഞു ബോട്ടിൽ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. പിന്നെ അതാ ഇങ്ങനെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട് കേട്ടോ. ആ സ്റ്റിക്കർ പൊളിച്ച് കഴിഞ്ഞാൽ അതേമാതിരി ആ സ്റ്റിക്കറിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ഡിസൈനും അങ്ങോട്ട് പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ പഴയ പോലെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ക്യൂട്ടായിട്ടുള്ള നല്ല യെല്ലോ കളർ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ബ്രഷാണ് കേട്ടോ. ഈ സിലിക്കോണിൻ്റെ സൈഡിൽ ചെറിയൊരു ഇതുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. ഇതാ നോക്കിയേ, ഓയിലൊന്നും അങ്ങനെ ലീക്കാവില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് വന്നിട്ട് സെൽഫി റിംഗ് ലൈറ്റ് ആണ് കേട്ടോ. ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ കുഞ്ഞിതായിട്ടുള്ളൊരു റിംഗ് ലൈറ്റ് ആണ്. ഇതാ നോക്കിയേ, ഇത് കിട്ടിയപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്വിച്ച് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. ഇതാ നോക്കിയേ, നമുക്കിങ്ങനെ മൊബൈലിൻ്റെ മേളിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കാവുന്നതാണ്. 2 സൈഡും കണ്ടോ, ഇതാ ഒരു കുഷ്യൻ പോലെ ആ ഒരു ചെറിയ സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ ഫോണിൽ അങ്ങനെ വെച്ചാലൊന്നും അങ്ങനെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. 2 സൈഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് 3 മോഡാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ബ്രൈറ്റ്നസ് 3 രീതിയിൽ കൂട്ടാവുന്നതാണ്. ലോ, മീഡിയം, ഹൈ, അങ്ങനെ 3 രീതിയിൽ നമുക്ക് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ക്യൂട്ടായിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം അത്ര വലിയ റിംഗ് ലൈറ്റൊന്നും അല്ല. നമുക്ക് സെൽഫി എടുക്കാനും അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ല എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ദാ ഇതിൻ്റെ കൂടെ ഒരു ചാർജർ കൂടി വരുന്നുണ്ട്. നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ചാർജ് കുത്തിയിട്ട് നമുക്കത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു റിംഗ് ലൈറ്റാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ടൂത്ത് ബ്രഷ് കവറാണ് കേട്ടോ. ഇത് നമ്മളുടെ ബ്രഷൊക്കെ ഓപ്പൺ സ്പേസിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പല്ലി, പാറ്റ പോലെയുള്ള വരാൻ ചാൻസസ് കൂടുതലാണ്. ഇതാവുമ്പോൾ നമുക്ക് ബ്രഷ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സേഫായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതല്ലാണ്ട് നമുക്ക് ഒരുമിച്ച് ബ്രഷ് എല്ലാം കൂടി ഒറ്റ കവറിൽ എടുത്ത് വെക്കാൻ പറ്റുന്നതുകൊണ്ട് അതൊരു സ്റ്റാൻഡ് ഫോമിലായിട്ട് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളും കുറച്ച് കംഫർട്ടായിട്ട് ഇതാണ് കേട്ടോ തോന്നിയത്. നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് പോയാൽ മതിയല്ലോ. നമുക്ക് ഈ ഒരു ബോട്ടിൽ, ഈ ഒരു ബോക്സ് അങ്ങനെ തന്നെ എടുത്തിട്ട് പോവാം. മറ്റേത് ഫിക്സ്ഡ് ആയിട്ട് വെച്ചേക്കുന്നതൊക്കെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതും 100 താഴെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട്
ദാ ഈ ഒരു റാക്കാണ് കേട്ടോ. ഈ ഒരു റാക്കാണ് ഇപ്പം ഞാൻ കാണിച്ച എല്ലാ ഐറ്റംസിലും ഒരു ഇത്തിരി റേറ്റ് കൂടുതലെന്ന് പറയാനുള്ളത് ഈ ഒരു റാക്കാണ്. ഇത് ഞാൻ കുറച്ച് അയൺ പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കംഫർട്ടായിട്ട് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ദാ നമുക്കിങ്ങനെ 5 പാത്രങ്ങൾ ഒരേ സമയം നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം പാത്രങ്ങൾ നല്ലപോലെ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് കൂടിയാണ്. കാരണം അയൺ പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. അതിപ്പോൾ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. ദാ ഇങ്ങനെ വേണമെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടും നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ദാ ഞാൻ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, അത്യാവശ്യം വെയിറ്റ് ഉള്ള പാത്രങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ആ വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഒരു സൈഡിൽ ഒരു കോർണറിൽ ഒതുങ്ങിയിരുന്നോളൂ കേട്ടോ. ഇത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.